സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. ചോക്കാട് ആനക്കല്ല് അങ്കണവാടിയുടെ സുരക്ഷാ വീഴ്ച, കളക്ടർക്ക് പരാതി നൽകി. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ അങ്കണവാടി താൽക്കാലികമായി അടച്ചിട്ടു. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആനക്കല്ല് അങ്കണവാടിയാണ് നടപടിയുടെ ഭാഗമായി അടച്ചിട്ടത്. 3 മാസം മുൻപാണ് അങ്കണവാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. ഉദ്ഘാടനത്തിനു ശേഷം തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്ന് താൽക്കാലികമായി വൈദ്യുതി എടുത്ത് ഉപയോഗിച്ചിരുന്നു. അപകടകരമായ രീതിയിൽ വയർ വലിച്ചതിനെതിരെ ക്ലബ്ബ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് KSEB അധികൃതർ കണക്ഷൻ കട്ട് ചെയ്തു. നിലവിൽ അങ്കണവാടിക്ക് മാലിന്യ ടാങ്ക് നിർമ്മിക്കാത്തതിനാൽ മലിനജലം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയുമാണ്. ഇതിനെതിരെ പന്നിക്കോട്ടുമുണ്ട ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന് വേസ്റ്റ് കുഴി നിർമ്മിക്കാത്തതിനെതിരെ നേരത്തെ പ്രതിഷേധമുയർന്നിരുന്നു. 3 പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ചോക്കാട് പഞ്ചായത്തിലെ ആനക്കല്ല് അങ്കണവാടിക്ക് കഴിഞ്ഞ വർഷം പ്രദേശവാസി സൌജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിലായി 40 ലക്ഷത്തോളം രൂപ ചെലവിലാണ് അങ്കണവാടി നിർമ്മിച്ചത്. 20-ലേറെ കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടിയാണ് ഇപ്പോൾ അടച്ചിട്ടത്. ചോക്കാട് പഞ്ചായത്തിലെ ആനക്കല്ല് വാർഡില് ഏകദേശം 50 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടിയാണ് ഈ കാണുന്നത്. ഇവിടെ അടിസ്ഥാന സൗകര്യമില്ലാതെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത അങ്കണവാടിയാണ്. ഇന്ന് അത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ അങ്കണവാടി പൂട്ടിയിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ അങ്കണവാടിക്ക് കറണ്ടില്ല, വേസ്റ്റ് കുഴിയില്ല, കിണറില്ല, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് പന്നിക്കോട്ടുമുടെ പ്രവർത്തിക്കുന്ന ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേന്റെ അന്ന് അവിടുത്തെ ക്ലബിന്റെ ഭാരവാഹികൾ കലക്ടർക്ക് പരാതി കൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ അങ്കണവാടി ഇവിടെ പൂട്ടിക്കിടക്കുന്നത്. ഇതിനു മുൻപും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊക്കെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇതാ നന്നാക്കുന്നു, ഇന്ന് നന്നാക്കും, നാളെ നന്നാക്കും എന്ന രീതിയിലേക്ക് ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായി. ഇവിടെ ഏകദേശം 25ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ അങ്കണവാടി ഇവിടെ നിർമ്മിച്ചത് 50 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മലയോര ഹൈവേയുടെ പ്രദേശത്ത് ഒരു സ്ഥലം വാങ്ങി ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് നല്ല രീതിയിൽ സ്ഥലം വാങ്ങി നിർമ്മിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ സൗജന്യമായി വിട്ടുകൊടുത്ത ഈ സ്ഥലത്ത് നിർമ്മിച്ച ഈ അങ്കണവാടി അഴിമതിയുടെ കൂടാരമാണ്. ഇതില് പണം കൈപ്പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അങ്കണവാടിക്ക് റീത്ത് വെച്ചു. മാലിന്യ പ്രശ്നവും നിലവിലെ വൈദ്യുതി പ്രശ്നവും പരിഹരിച്ച് കഴിയുന്നതും നേരത്തെ അങ്കണവാടി തുറന്നു പ്രവർത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.